വചനത്തെക്കുറിച്ച് വചനം സാക്ഷീകരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം യാത്ര ചെയ്ത് പ്രസംഗിപ്പാൻ ഒരു നിയോഗവും വിളിയും എൻ്റെ മേൽ വന്ന കാലം മുതൽ വിവിധ തരത്തിലെ ആളുകളെ, വിവിധ സമൂഹത്തിലെ ആളുകളെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് അഭിസംബോധന ചെയ്യുവാനും ശുശ്രൂഷിപ്പാനുമുള്ള നിയോഗം എൻ്റെ മേലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാലം മുതൽ ദൈവവചനത്തിൻ്റെ അപാര ശക്തിയും അത് ആളുകളുടെ മേൽ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഒത്തിരി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു വാക്ക് പറയാൻ എൻ്റെ ആമുഖത്തിൽ ദൈവമായ കർത്താവിനെ പ്രേരിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് കുറിവാക്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് ഈ പറയുന്നതെല്ലാം നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഇരിക്കുന്ന ദൈവമക്കളും സംഘാടകരും വിശ്വസിക്കണം, ഇന്ന് രാത്രി ശുശ്രൂഷ ഒരു വൺ മാൻ ഷോ അല്ല, ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അതിവിടെ സംഭവിക്കണമെന്ന് വിശ്വസിക്കാൻ ചില ഹൃദയങ്ങൾ തുറന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ യോഗം ഇന്ന് രാത്രി തീർന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം അവസാനിപ്പിക്കുകയില്ല എന്ന് നമുക്ക് അകമഴിഞ്ഞ് വിശ്വസിക്കാം. അങ്ങനെ തന്നെ ദൈവം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ പറയാൻ വന്ന വാക്യം ഇരമ്യാ പ്രവചനത്തിൽ നിന്നാണ്. അത് വായിക്കണമെന്നില്ല, ഞാൻ അങ്ങ് പറഞ്ഞുവിടാം. 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. വചനത്തെക്കുറിച്ച് ദൈവം സാക്ഷീകരിക്കുന്ന ഒരു വാക്യമാണ് ആ വാക്ക്. സ്തോത്രം. വചനത്തെ അതീവ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ബൈബിൾ തുറന്ന വാക്യം നോക്കിക്കൊള്ളുക. ഞാൻ ആ വാക്യം പറഞ്ഞുവിടാം. 1:12 ഇരമ്യാവ് 1-ന്റെ പ്രത്യേകത, 1-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഇരമ്യാവിനെ പറഞ്ഞ് അല്ലെങ്കിൽ പിടിച്ചിറക്കുമ്പോൾ ഒഴിവഴിവുകൾ പറഞ്ഞ് മാറാൻ നോക്കുന്ന, ന്യായീകരണങ്ങൾ പറഞ്ഞ് മാറാൻ നോക്കുന്ന ഇരമ്യാവിനെ നിർബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ദൈവത്തെ 1-ാം അധ്യായത്തിൽ കാണാം. വേദപുസ്തകം പഠിക്കുന്ന ആളുകളാണെങ്കിൽ സ്തോത്രം, ആ ഒരു 1-ാം അധ്യായം മാത്രം നിങ്ങൾ വായിച്ചാൽ ബാലകനായിരിക്കുന്ന ഇരമ്യാവിനെ ഏകദേശം 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവം പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്തോത്രം. ആ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഈ നാടിനോടും വന്നിരിക്കുന്ന ആളുകളോടും പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. സ്തോത്രം. കേൾക്കണേ, ദൈവത്തിൻ്റെ സ്വഭാവം. വേദപുസ്തകം പറയുന്ന ദൈവത്തിന് ശ്രേഷ്ഠമായൊരു സ്വഭാവമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കൾ കാതു തുറന്ന് കേൾക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, സ്തോത്രം, ദൈവത്തിൻ്റെ രൂപഭാവത്തേക്കാൾ സ്വർഗത്തിലെ ദൈവത്തിന് പ്രൗഢമായൊരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് വേദപുസ്തകം വിളിക്കുന്നത് ദിവ്യ സ്വഭാവം എന്നാണ്. ആ ദിവ്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് സ്തോത്രം, ത്യജിക്കാത്ത ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നാലും, നാട് മാറിയാലും, ലോകം മാറിയാലും, വേദപുസ്തകം പറയുന്നു ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയത്തില്ലെന്ന്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കേട്ടോളണം. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് 1000 പേര് നിനക്കെതിരെ നിന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവം മാറ്റാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മളിൽ പലരും ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാനിടയായത്. നമ്മളെ വിശ്വസിച്ച പലരും സ്വഭാവം മാറ്റിയതിന്റെ വേദന ഒരുപക്ഷെ ഇന്ന് രാത്രി നീറ്റലും പകച്ചിലുമായി നിങ്ങൾ ചിലർ അനുഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളിൽ ആരോടോ പറയുന്നു, സ്വഭാവം മാറ്റാത്ത ഗതിഭേദം കൊണ്ട് ആച്ഛാദനം സംഭവിക്കാത്ത ദൈവത്തെയാണ് ഈ 2-3 ദിവസമായി നമ്മൾ ഈ ദേശത്ത് കേട്ടോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത വേദപുസ്തകത്തിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് ഈ ഇരമ്യാവിൻ്റെ ആദ്യത്തെ അധ്യായത്തിനകത്ത് സ്തോത്രം, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവം ഒരുവനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നിൽ തന്നെയുള്ള കുറവുകൾ, പോരായ്മകളൊക്കെ താൻ പറയുകയാണ്. സ്തോത്രം. ഇത് ഇരമ്യാവ് തന്നെയല്ല, വേദപുസ്തകത്തിൽ പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞ ആ പോരായ്മകളും കുറവുകളും എല്ലാം സ്തോത്രം പറഞ്ഞ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, പോരായ്മയും കുറവും ഉള്ളത് കൊണ്ട് ദൈവം മാറ്റി നിർത്തുകയല്ല, കുറവും പോരായ്മയും ഉള്ളവനെ പ്രോത്സാഹിച്ച് മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു കൊച്ചു വാക്യം പറയാൻ വേണ്ടി നിൽക്കുക. പക്ഷേ ആത്മാവ് അതിൻ്റെ ചുറ്റും പറ്റും കിടക്കുന്ന ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചിലരെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, നിന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുമ്പോൾ, ശപിക്കുമ്പോൾ, നിന്നെ പുറം തള്ളാൻ ശ്രമിക്കുമ്പോൾ, ചിലപ്പോൾ തലയെ കൈവച്ച് പ്രാകുമ്പോൾ, ഈ രാത്രി ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന കർത്താവ് ജീവിക്കാൻ കൊതിയുള്ളവരെന്നെ കേൾക്കുന്നെങ്കിൽ, മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, സ്വത്ര പ്രോത്സാഹനം തരുന്നൊരു ദൈവത്തെ ഇന്ന് രാത്രി വേദപുസ്തകത്തിനകത്ത് നിന്ന് ഈ ദേശത്തുയർത്തി കാണിക്കാൻ സ്വർഗം എന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ, മനസ്സ് മുരടിച്ചിരിക്കാതെ, ആത്മബലത്തോടെ തളർന്നിരിക്കുന്ന സ്ഥാനത്ത് ബലം നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ പ്രോത്സാഹനങ്ങൾ
ഇന്ന് രാത്രി നാട്ടിൽ ചറക്ക് ലഭിക്കേണ്ടതിന് ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യിരെമ്യാവിനെ ദൈവം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്തോത്രം. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് വരുമ്പോൾ 1:12 യിരെമ്യാവിനോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവം പറയുന്നു, എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചോളാം. അങ്ങനെ ആ വാക്ക് മാത്രം വായിക്കുമ്പോൾ സ്തോത്രം നമുക്ക് പെട്ടെന്ന് പിടികിട്ടിയല്ല. എൻ്റെ പശ്ചാത്തലം പറഞ്ഞു വന്ന് ആ വാക്യത്തിൽ കയറുമ്പോഴാണ് പിടികിട്ടുന്നത്. എന്താ കാര്യം എന്നറിയാമോ? യിരെമ്യാവിൻ്റെ ആശങ്ക ഇതാണ്. യിരെമ്യാവിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ മത്സരഗ്രഹം എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആരോടും മത്സരിക്കുന്ന, ആര് പറഞ്ഞാലും കേൾക്കാത്ത, സ്തോത്രം, ആർക്കും കീഴ്പ്പെടാത്ത, ദൈവിക ബോധം നഷ്ടപ്പെട്ടൊരു പ്രത്യേകതരം ആളുകൾ. ആ ഒരു നിലവാരത്തിൽ പഴയ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ ജനമായി തീർന്ന സമയത്ത് ആശങ്കയുണ്ടായിരുന്നു യിരെമ്യാവിന്. കാരണം എന്താ? വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഈ ആളുകൾ യിരെമ്യാവിനെ പോലത്തെ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ആൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ തെന്നി മാറാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ് 1:12. എന്താണെന്നറിയാമോ? സ്തോത്രം. ഞാൻ പറയുന്ന വചനം നീ പോയി പറയുക. നീ പോയി പറയുന്ന വചനം പറയുമ്പോൾ തീരെയല്ല. സ്തോത്രം. അതിന് അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, അതിനൊരു നിവർത്തീകരണമുണ്ട്. അങ്ങനെയല്ലേ വാക്കിൽ പറഞ്ഞത്? എൻ്റെ വചനം നിവർത്തിയാകാൻ. ഇന്ന് രാത്രികാലം കേൾക്കുന്ന വചനത്തിന് ഒരു സ്തോത്രം പ്രോഗ്രാമിൻ്റെ ഭാഗം പോലെ കേട്ടിവിടെ തീരെയല്ല. ഹൃദയത്തിനകത്ത് വിശ്വസിച്ചാൽ യോഗം ഇന്ന് രാത്രി തീരും, ആൾക്കൂട്ടം പിരിയും, ഈ മൈക്കും ലൈറ്റും ഒക്കെ അടിച്ചു വെക്കും. പക്ഷേ അകത്തു വീണ വചനം ഒരു പക്ഷേ ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പോ ഈ ദിവസങ്ങളിലോ നിന്റെ കുടുംബത്തിൽ നിവർത്തിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ഞാൻ വിശ്വസിച്ച് പറയുന്നു, അതിവിടെ നിവർത്തിയാകും. ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ. നിവർത്തിയാകും. നിവർത്തിയാകാനുള്ള ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരേണ്ടതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നിവർത്തിയാകുക. ദൈവം പറഞ്ഞു, നീ പോയി പറഞ്ഞാൽ മതി, വചനം നിവർത്തിയാക്കാനുള്ള പരിപാടി ഞാൻ നോക്കിക്കോളാം. അതല്ല ദൈവം പറഞ്ഞത്. ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചുകൂടെ ആ വാക്ക് ഗംഭീരമാണ്. കിങ് ജെയിംസ് വേർഷനിൽ ആ വാക്ക് കിടക്കുന്നത് ഇങ്ങനെയാണ്, ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് പെർഫോം ഇറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സ്തോത്രം, അവിടെ കൊടുത്തിരിക്കുന്നൊരു വാക്കിതാണ് പെർഫോം. സ്തോത്രം. പെർഫോം എന്ന് പറഞ്ഞ വാക്ക് ഒരുപക്ഷെ ആ വാക്കിനെ പരിചിതമുള്ള ആളുകൾ കണ്ടേക്കാം. വചനത്തിനൊരു പെർഫോമൻസ് ഉണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഒന്നോടെ പറയാം, വാക്ക് വചനത്തിനൊരു പെർഫോമൻസ് ഉണ്ട്. സാധാരണ നമ്മൾ കാണാറുള്ളത് പ്രസംഗികരുടെ പെർഫോമൻസാണ്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം, പ്രഭാഷകൻ്റെ പെർഫോമൻസ് അല്ല, വചനത്തിൻ്റെ പെർഫോമൻസ് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്നിടത്ത് അന്ധകാര ശക്തികൾ തകരും, ദുഷ്ടവ്യാപാരങ്ങൾ ഉടയും. ഈ രാത്രി ഇതിനിടയിലിരിക്കുന്ന ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, സ്തോത്രം, ആരും നിങ്ങളുടെ അടുക്ക വന്നില്ലെങ്കിലും നിങ്ങളെ തൊട്ടില്ലെങ്കിലും ഈ വേദിയിൽ ദൈവത്തിൻ്റെ വചനം പെർഫോം ചെയ്യാൻ തുടങ്ങിയാൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ താനെ തുറക്കാൻ തുടങ്ങും. അത്രയ്ക്ക് കഴിവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവേറലിന് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ അവസാന രാത്രിയിൽ പരിശുദ്ധാത്മ നിറവോടുകൂടെ ഒരുമിച്ച് നന്ദിയോടെ ഇന്ന് രാത്രി ദൈവം എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് സ്തോത്രം എനിക്കും വലിയ പിടിയില്ല. കാരണം വചന വ്യാഖ്യാനം ആത്മനിറവിലാണ്. എൻ്റെ കയ്യിലൊരു വാക്യം ഇരിക്കുന്നുണ്ട്, ഞാനത് വായിച്ചു തുടങ്ങാൻ പോകുകയാണ്. എത്ര അമ്മമാരും പിതാക്കന്മാരും കർത്തൃദാസന്മാരും ആഗ്രഹിക്കൂ ഇവിടെ പറയുന്ന വചനം ഇന്ന് രാത്രി 9 മണി കഴിയുമ്പോൾ ഇവിടെ തീരരുത്. അത് ചില ജീവിതങ്ങളിൽ, ശരീരത്തിനകത്ത്, ആന്തരിക അവയവങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, സഭകളിൽ, കുടുംബങ്ങളിൽ യേശുവിൻ നാമത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനം നിവർത്തിയാകാനുള്ളതാണ്. അത് പറഞ്ഞു കേൾപ്പിക്കാനുള്ളതല്ല, ചിരിപ്പിച്ചും സ്തോത്രം സന്തോഷിപ്പിച്ചും നിർത്താനുള്ളതല്ല. ഇന്ന് രാത്രി ഇവിടെ പറയുന്ന കാര്യം നിവർത്തിയാകും. അത് പെർഫോം ചെയ്യും. എപ്പോഴാണെന്നറിയില്ല, പെർഫോം ചെയ്യും.
ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം, ഇന്നു മുതൽ, ഇത് കേൾക്കുന്ന സമയം മുതൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു പെർഫോമൻസിന് ഒരുങ്ങിക്കോളണം. സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചന സൂക്തം ദൈവാത്മാവിൽ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പറഞ്ഞ അന്ന് അത് പെർഫോം ചെയ്തില്ല. പറഞ്ഞ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പെർഫോം ചെയ്തില്ല. സ്തോത്രം, 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് സ്തോത്രം, പലസ്തീനിലെ ഒരു പാവപ്പെട്ട സ്തോത്രം ഒരു കാർപ്പന്റർ ആശാരിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയയുടെ ജീവിതത്തിലാണ് അത് പെർഫോം ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വീണ്ടും നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയാം, ഇതിനകത്ത് ആരുടെ കുടുംബത്തിൽ അത് പെർഫോം ചെയ്യുമെന്ന് ഇന്ന് രാത്രി നിശ്ചയിക്കുന്നത് പ്രസംഗിക്കുന്ന ഞാനോ വേദിയിലിരിക്കുന്ന കർത്തൃദാസന്മാരോ അല്ല. യേശുവിൻ്റെ നാമത്തിൽ ആവേശത്തോടെ ചില വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവരെങ്ങനെ പ്രതികരിക്കാമോ നിങ്ങൾ നിശ്ചയിച്ചോളണം. ഈ രാത്രി മൗനമായിരിക്കാനാണ് നിങ്ങൾക്ക് പ്രേരണയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതല്ല, ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ആസ്വദിക്കുമ്പോൾ, യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നിടം മറന്ന് ആത്മബലത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവ സന്നിധാനത്തിൽ സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും ആത്മാവിൽ നിറഞ്ഞു മഹത്വപ്പെടുത്താനും നിങ്ങളെ നിങ്ങളുടെ ദൈവദാസന്മാർ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയ്ക്ക് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വഴിയോരത്താണെന്ന് ഓർക്കണ്ട. ആത്മശക്തിയോടും ആത്മ നിറവോടും കൂടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഒരു 10-20% ആളുകൾക്ക് ഇതൊരു പ്രോഗ്രാം ആയിരിക്കും, എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ചില കാര്യങ്ങളുടെ കെട്ടഴിയുന്ന രാത്രിയാണ്, ചില വിഷയത്തിൽ വചനം കടക്കുന്ന രാത്രിയാണ്, ചില നുഖങ്ങൾ ഒടിയുന്ന രാത്രിയാണ്, ചില വിഷയങ്ങളെ ഛേദിച്ചു കളയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം നിനക്ക് ചേരാത്തത്, നിന്നെ നശിപ്പിക്കുന്നത്, നിന്നിൽ നിന്ന് മുറിച്ചു മാറ്റി, അങ്ങനെ ഒരു വാക്യം യോഹന്നാൻ 15-ലില്ലേ? യേശു പറഞ്ഞു, ആരാണ്ടറെ പറമ്പിൽ നിൽക്കുന്ന കൊമ്പ് മുറിക്കുമെന്നല്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ. ഇന്ന് രാത്രിക്കാലം നിന്നിൽ ഫലം തരാത്ത ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തിൽ വചനം കൊണ്ട് മുറിച്ചു മാറ്റാൻ. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് സ്റ്റഡിയായി നിർത്തും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റഡിയാക്കി നിർത്തും. വലിച്ചു താത്തരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റഡിയാക്കി നിർത്തണം. ഏറ്റവും താത്തി വെച്ചാൽ ഞാൻ ആ ലെവലിൽ പ്രസംഗിച്ചോളാം. ലെവലിൽ നിൽക്കണം. വരുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവരുത്. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തോട്ടെ, ഒന്നോടെ ശക്തിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ശക്തിയോടെ, കൃപയോടെ, ദൈവ സാന്നിധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് സ്തോത്രത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുക. പറഞ്ഞു വന്ന കാര്യം, അന്തരീക്ഷം കടരുത്. സ്തോത്രം. പറഞ്ഞു വന്ന കാര്യം, ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി കേട്ടിട്ട് പോകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണം. ദൈവം എന്തു പറഞ്ഞാലും അത് ഫലിക്കാനിടയാകണം. സ്തോത്രം. അത് സംഭവിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, വലിയ കൃപ, വലിയ ഇടപെടൽ, വലിയ ദൈവം കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ നടക്കേണ്ടതിന് എല്ലാ കണ്ണുമടച്ച് സ്തോത്രം ചെയ്യുക. ഒറ്റ വാക്ക് മാത്രം പ്രാർത്ഥിക്കുക. ഒരു നല്ല പ്രസംഗമല്ല ഇന്ന് രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യിരെമ്യാവിൽ പറഞ്ഞ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കർത്താവേ, കർത്താവിൻ്റെ ആത്മാവ് എന്തു പറയുന്നു അതെൻ്റെ കുടുംബത്തിൽ നിറവേറി കാണണം. അതിന് ജാഗരിച്ചോളാം എന്ന് പറഞ്ഞത് സംഘാടകരല്ല, വചനത്തിൻ്റെ ഉടയവനായ ദൈവമാണ്. അങ്ങത് നിറവേറ്റി തരണം. ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൂത് ദൈവം നിറവേറ്റി തരണം. അതിനുവേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ 1000 വട്ടം പ്രാർത്ഥിച്ച വിഷയം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ നിറവേറ്റി തരാൻ വിശ്വസ്തനാണ്. സംഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠരായ ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും അടങ്ങുന്ന മനോഹരമായിരിക്കുന്ന ഈ ആത്മീയ സദസ്സിൽ കർത്താവിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം കൂടി തന്നിരിക്കുകയാണല്ലോ കർത്താവേ. ഈ അന്തരീക്ഷം ദൈവാത്മാവ് കൈയടക്കണമേ. ആരുടെയും ബുദ്ധി ഇതിനകത്ത് പ്രവർത്തിക്കല്ലേ കർത്താവേ.
പരിശുദ്ധാത്മാവ് തന്നെ കൈയേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ദൂത് ആത്മശക്തിയോടും ബലത്തോടും കൂടി പറയാൻ ദൈവമായ കർത്താവ് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വന്നിരിക്കുന്ന ജനത്തിനും ചുറ്റുവട്ടത്ത് കാത്തിരിക്കുന്നവരും ദൈവാത്മാവിൻ്റെ നിറവിലും കൃപയിലുമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടെ സ്തോത്രം വാക്യം വായിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിൾ നിവൃത്തി നിങ്ങളെ വാക്യം നോക്കുക. ഉച്ചഭാഷണിൽ കൂടെ വായിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. മതി. സ്തോത്രം. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വാക്യം ഇതാണ്. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ട്. ചോദ്യകർത്താവ് തന്നെ അവിടെ മറുപടി പറഞ്ഞിരിക്കുന്നു, അശേഷമില്ല. അത്രയും ഭാഗമാണ് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ അടർത്തിയെടുക്കുന്നത്. ആ ഭാഗത്തെ സ്തോത്രം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. റോമാലേഖനം ദൈവം മനുഷ്യർക്ക് സൗജന്യമായി നീതീകരണം കൊടുക്കുന്നു എന്നൊരു വലിയ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പൗലോസ് സ്തോത്രം ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ലോകസമക്ഷം അവതരിപ്പിക്കുന്നത്. ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വാർത്ത. നിങ്ങളങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോയെന്നറിയില്ല. ഒത്തിരി ആളുകൾ ഈ പരിസരത്ത് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വചനം കേൾക്കാൻ നിൽക്കുന്നുണ്ട്. ലോകം കേട്ട ഒരുപാട് നല്ല വാർത്തകളുണ്ട്. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കി, കൊറോണ വന്ന് ഭയങ്കരമായി ചെതലരിക്കും പോലെ അരിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് സ്തോത്രം കൊറോണയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അതൊക്കെ നമ്മൾ മറന്നുപോയി കാണും ഒരുപക്ഷെ. കാരണം മരുന്നില്ലാത്ത മാരകമായിരിക്കുന്നൊരു പ്രശ്നം, ആ പ്രശ്നത്തിന് വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് കേട്ടപ്പോൾ സ്തോത്രം നമുക്ക് തോന്നി മാസ്ക് ഊരി പുറത്തേക്ക് ഇറങ്ങാമെന്ന്. കാരണം അതുവരെയും ഒന്നിനും പരിഹാരമില്ലായിരുന്നു. അതൊരു ശുഭകരമായ വാർത്തയായിരുന്നു. പണ്ട് അതിനേക്കാളൊക്കെ വലുതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പേപ്പട്ടി വിഷം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് റേഡിയോയിലൂടെ സ്തോത്രം ലോകത്തോട് അറിയിച്ച് അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു എന്ന്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഇന്നാണെങ്കിലും പേപ്പട്ടി കടിച്ചാൽ ഭയാനകമാണ്. പക്ഷെ അതിന് മരുന്നില്ലായിരുന്നു. അതിന് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം റേഡിയോയിലൂടെയാണ് അന്നത് പുറത്തു വന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു എന്ന്. ഇങ്ങനെ ലോകം കേട്ട സുന്ദരമായിരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം സുവിശേഷ യോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ ഈ നാട്ടുകാരും ദൈവമക്കളും കേൾക്കെ ഉറക്കെ പറയാം, ലോകം കേട്ട ഏറ്റവും വലിയ വാർത്ത, മനുഷ്യൻ്റെ പാപം സ്വർഗത്തിലെ ദൈവം സൗജന്യമായി നീതീകരിക്കാമെന്ന് സ്വർഗീയ കോടതി മനുഷ്യനോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മൗനമായിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കോട്ടയം പരിസരത്ത് 2 ഏക്കർ സ്ഥലം സൗജന്യമായി തരുന്നു എന്ന് പറയുന്നതിനേക്കാൾ, നിങ്ങളുടെ 2 മക്കൾക്ക് വിദേശത്തേക്ക് വിസ കിട്ടിയെന്ന് പറയുന്നതിനേക്കാൾ ഇന്ന് രാത്രി ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ ശുഭകരമായ വാർത്തയാണ്, മനുഷ്യന്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അത് ക്ഷമിച്ചു തരാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ളത് ലോകമറിയേണ്ട, ജാതി മത ഭേദമന്യേ സകല മനുഷ്യരും അറിയേണ്ട വാർത്തയാണ്. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വാക്ക് പറയാതെ ബാക്കി നമ്മളെ സൗഖ്യമാക്കുമെന്നോ വിടുവിക്കുമെന്നോ കടം മാറുമെന്നോ കഷ്ടം മാറുമെന്നൊക്കെ ഞാൻ ഇന്ന് 10:30 വരെ പറഞ്ഞാലും ഇത് പറയാതെ പോയാൽ സുവിശേഷമാകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ നാട്ടുകാർ കേൾക്കണം, ഈ യോഗത്തിന്റെ പുറകിലെ ഏറ്റവും വലിയ ഛേദോ വികാരം സ്വത്രം മനുഷ്യന്റെ പാപം മനുഷ്യനെ തകർക്കൂ, അവന്റെ പാപം അവനെ ഇല്ലാതാക്കൂ, അവനെ ശാപമുള്ളവനാക്കി മാറ്റൂ. എന്നാൽ സ്വർഗം പറയുന്നു, നിന്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ചാൽ ആ പുണ്യാഹ രക്തത്തിന്റെ വിലയാൽ വിശ്വസിക്കുന്നവന്റെ പാപം ദൈവം ക്ഷമിച്ചിട്ട് സ്വർഗീയ കോടതി അവനെ ശിക്ഷിക്കാതെ വിടുന്നു. ഇതാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം എന്ന് പറയാം, പ്രത്യേക റോമാലേഖനത്തിന്റെ ഉള്ളടക്കം. എന്നെ കേൾക്കുന്ന വിവിധ തരത്തിലെ ആളുകൾ കണ്ടേക്കാലോ,
ഒരുപക്ഷെ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ചിന്തയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ ആയുസ്സിൽ ഇന്ന് രാത്രികാലം 6-ാം തീയതി രാത്രി കേൾക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണയുടെ വാക്കുകളാണ്. എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് സ്തോത്രം ഭാരത്തിന്മേൽ ഭാരമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരാരെങ്കിലും പാസ്റ്റർ നന്ദി പറയാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞതുപോലെ രംഗത്ത് വന്നില്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്കിനെ ഗൗരവമായിട്ടെടുക്കണം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന നുകങ്ങളെ എടുത്തു കളഞ്ഞ് സ്വർഗം വിടിവിപ്പാൻ വിശ്വസ്തനായ ദൈവമാണവൻ. ആ വാർത്തയാണ് പരിശുദ്ധാത്മാവ് സ്തോത്രം റോമാലേഖനത്തിലൂടെ ലോകത്തെ അറിയിക്കാൻ പൗലോസിനെ ഫലമേൽപ്പിച്ചത്. അപ്പോൾ പൗലോസ് ആ കാര്യം അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിച്ചു വരുമ്പോൾ പഴുതടച്ച് കാര്യം പറയുക എന്നുള്ളത് ഒരു സുവിശേഷകന്റെ കർത്തവ്യമാണ്. അതിന് നല്ല മാതൃകയാണ് ധന്യനായ പൗലോസ്. സ്തോത്രം. എന്തെങ്കിലും പറഞ്ഞ ആളുകൾക്ക് തെറ്റിദ്ധാരണ കൊടുത്തിട്ട് പോകുകയല്ല. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ഏറ്റവും മുമ്പിലിരുന്ന അനുവാചകർ അല്ലെങ്കിൽ സ്തോത്രം പൗലോസിൻ്റെ ഓഡിയൻസ് യഹൂദന്മാരായിരുന്നു. ആ നാട്ടിലായിരുന്നല്ലോ പൗലോസൊക്കെ പ്രവർത്തിച്ചത്. യഹൂദന്മാരുടെ പ്രത്യേകത സ്തോത്രം, ഏത് കാര്യങ്ങൾ അവതരിപ്പിച്ചാലും അവർക്ക് സംശയം തോന്നിയാൽ മറുചോദ്യം ചോദിക്കും. സ്തോത്രം. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറയുന്നവർ ബാധ്യസ്ഥരാണ്. ആ നാടിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം, സുവിശേഷ വേദിയിലോ പ്രഭാഷണ വേദിയിലോ യൂട്യൂബിലോ ടി വിയിലൊക്കെ വേണമെങ്കിൽ എന്തും പറയാം. പറയുമ്പോൾ നിങ്ങളെപ്പോലെ പഞ്ചപുച്ഛമടക്കി എല്ലാം കേൾക്കും. സ്തോത്രം. കേൾക്കുന്നതിനിടയിൽ സ്തോത്രം പറയും. ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ കൂടി ആയിരിക്കും പോരാടുന്നത്. സ്തോത്രം. ചോദ്യമൊന്നും അന്നേരം ചോദിക്കുകയല്ല. പക്ഷേ യഹൂദൻ അങ്ങനെയല്ല. അവർക്ക് പരിചയമല്ലാത്തൊരു വിഷയം, അവർക്ക് ദഹിക്കാത്തൊരു വിഷയം, ആ വിഷയമാണ് പറയുന്നതെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് അവിടെ തന്നെ ചോദിക്കും. സ്തോത്രം. ഈ പറയുന്നതിൻ്റെ സാരം എന്താന്ന് അതിൻ്റെ ഉജ്ജ്വലമായ തെളിവാണ് യേശുക്രിസ്തു യഹൂദന്മാരോട് സ്തോത്രം ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു പ്രഭാഷണം നടത്തി. യോഹന്നാൻ 8-ലാണ് ആ സംഭവം എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന യഹൂദന്മാരെല്ലാം അടിമകളാണെന്നും അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെന്നും ബോധ്യമായപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനൊരു വാക്ക് യഹൂദന്മാരെ നോക്കി പറഞ്ഞവരുടെ പ്രമാണികളടങ്ങുന്ന സദസ്സിൽ പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇത് പറയുന്നത് പാരമ്പര്യത്തിൽ ഭയങ്കര പ്രൗഢതയുള്ള സ്തോത്രം അബ്രഹാമിന്റെ മക്കളെന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന യഹൂദന്മാരുടെ ഇടയിലാണ് യേശു പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാനെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ അവരുടെ റബിമാർ എഴുന്നേറ്റ് ചോദിച്ചു, നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ ഇന്ന് വരെ ആർക്കും അടിമകളല്ല എന്ന് പറഞ്ഞവർ പ്രകോപനം ഉണ്ടാക്കി. യോഹന്നാൻ 8 വായിച്ചാൽ മതി. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ യഹൂദന്മാർ മറുചോദ്യം ചോദിക്കും, തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് പൗലോസിന്റെ ശൈലി പഴുതടച്ച കാര്യം പറയുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ സകല ശാപവും പാപവും അത് മുഖാന്തരം ഉണ്ടാകുന്ന സകല ശിക്ഷകളും സ്തോത്രം ഈ ലോകത്തിനും വരുവാനുള്ള ലോകത്തിനാണെങ്കിലും അത് മുഴുവൻ ക്രിസ്തുവേശുവിനെ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നീതീകരിച്ചു കൊടുക്കുന്നു എന്ന കാര്യം അവതരിപ്പിക്കുമ്പോൾ സ്തോത്രം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പഴുതടച്ചുകൊണ്ട് തൻ്റെ അനുവാചകരോട് അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്നവരോട് ചോദിച്ച ചോദ്യമാണ് 3:9 കണ്ടത്. ഒന്നോടെ നിങ്ങളെ വാക്യത്തിലേക്ക് നോക്കിയേ. ചോദ്യം ഇതാണ്. ചോദിച്ച് ചോദ്യത്തിന് മറുപടി പറഞ്ഞ് കാര്യം വിശദീകരിക്കുന്ന ശൈലി സ്തോത്രം വേദപുസ്തകത്തിനുണ്ട്, പൗലോസിനുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ റോമാലേഖനത്തിനാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കർത്താവിൻ്റെ സഭയായിരിക്കുന്ന റോമയിലെ ദൈവസഭയോട് ചോദിക്കുമ്പോൾ ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ വല്ല വിശേഷതയുണ്ടോ എന്നാണോ പൗലോസ് ചോദിച്ചത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് വല്ല വിശേഷതയുണ്ടോ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് വല്ല വിശേഷതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശേഷമില്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യമല്ല. ഒരു വിശേഷമില്ലാത്ത കൂട്ടർ വന്ന് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? സ്തോത്രം. അപ്പൊ അത് ചിന്തിച്ചാൽ മനസ്സിലാകും. റോമാ സഭയോടല്ല ചോദ്യം ചോദിക്കുന്നത്, നമുക്ക് എന്നുദ്ദേശിച്ചത് വീണ്ടെടുക്കപ്പെട്ട കൂട്ടരോടല്ല. പിന്നെ പൗലോസ് ഇവിടെ ആഗോള വ്യാപകമായ മനുഷ്യ സമൂഹത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, മനുഷ്യനായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു ലോകത്തിൽ.
ഇന്നത്തെ കാലഘട്ടത്തിൽ 850 കോടി ആളുകളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, മനുഷ്യനായി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അവിടെ നമുക്ക് എന്ന വാക്കിന്റെ സ്ഥാനത്ത് മനുഷ്യൻ എന്നെഴുതി ചേർക്കണം. അങ്ങനെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാര്യം കുറച്ചുകൂടെ ചിത്രം തെളിഞ്ഞു വരും. അവിടെ വരേണ്ടത് ഇങ്ങനെയാണ്, ആ വാക്ക് ഇങ്ങനെയാ വരേണ്ടത്. ആകയാൽ എന്ത്? മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? സ്തോത്രം. ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പൗലോസ് അവിടെ മറുപടി പറയുന്നു, അശേഷമില്ല. സ്തോത്രം. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് സുവിശേഷത്തിന്റെ ആവശ്യം, അവിടെയാണ് ദൈവവചനത്തിന്റെ അനിവാര്യത, അവിടെയാണ് ദൈവപ്രവൃത്തിയുടെ അനിവാര്യത. കാരണം എന്താ? സ്തോത്രം. ലോകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കി. മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അശേഷമില്ല എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഒരു ചോദ്യം വീണ്ടും നമുക്ക് ആ വാക്യത്തോട് ചോദിക്കണം, ഒരു വിശേഷത ഇല്ലാതെയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഏദൻ തോട്ടത്തിൽ ആദമിനെ സൃഷ്ടിച്ചു കൊണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും എന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്തോത്രം. മോളിലും താഴേക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പരിചിതമായിരിക്കുന്ന ഒരു വാക്കാണത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കളിപ്പാവയെ പോലല്ല, പിള്ളേര് മുറ്റത്ത് ചിരട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ മണ്ണ് കുഴച്ചുണ്ടാക്കിയതല്ല. സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കാൻ ഇറങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞുകൊണ്ട് വന്നത് ടൈം പാസിന് കളിപ്പാട്ടം ഉണ്ടാക്കാനല്ല, വരിക നമ്മുടെ സദൃശ്യത്തിലും സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മുടെ സദൃശ്യം സ്വരൂപം എന്ന് പറഞ്ഞതിനകത്ത് ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റിയും ദൈവത്തിൻ്റെ പ്രവണതയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ആ രീതിയിലാണ് ദൈവം മനുഷ്യൻ. അത് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനെ ആധ്യാത്മികമായും ഭൗതികമായും ശരീരഘടനയിലൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ ഒട്ടനവധി വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്തോത്രം. തിരുവെടുത്ത് പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് അത്ഭുതകരമായിട്ടാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ്. മനുഷ്യൻ്റെ ശരീരഘടന മാത്രം പഠിച്ചാൽ അറിയാം ഭയങ്കര അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന നിലവാരത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലാക്കി വെച്ച മനുഷ്യന് ഒരു വിശേഷതയില്ലാതെയാന്ന് പറഞ്ഞാലൊക്കെ ഇല്ല. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ വിശേഷതയുള്ളവനായിരുന്നു, വളരെ വിശേഷതയുള്ളവനായിരുന്നു. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും നിന്ന കാലത്ത് ഭയങ്കര വിശേഷതയുള്ളവനായിരുന്നു. പക്ഷേ പാപം നിമിത്തം മനുഷ്യൻ്റെ സകല വിശേഷതകളും നഷ്ടപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പാപം നിമിത്തമുണ്ടായ സവിശേഷതകളുടെ നഷ്ടം അത് നികത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവേശു ലോകത്തിൽ വന്നത്. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുവരാം. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിനെ രക്ഷകനായി കിട്ടിയാൽ സ്തോത്രം എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നോടെ തെളിച്ചു പറയാം, നമ്മുടെ ഭൗതിക കാര്യത്തിന് മാറ്റമല്ല, അതിലപ്പുറം മനുഷ്യൻ്റെ വിശേഷത മടങ്ങി വരും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്റെ കുടുംബത്തിനകത്ത് ചിലരുടെ വിശേഷത നഷ്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ ആര് പിടിച്ചാലും നിയന്ത്രിക്കാത്ത നിലവാരത്തിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വിശേഷത നഷ്ടപ്പെട്ടതിന്റെ പോരായ്മകൾ ദുഃഖമായും ഭാരമായും ചിലർ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഈ യോഗത്തിന്റെ അവസാന രാത്രി ദൈവാത്മാവ് പറയുമ്പോൾ നിവർത്തിയാകാനുള്ള വചനമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ദൈവമക്കൾ കേട്ടോളണം. നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ ചോരയാൽ കഴുകിയിട്ട് നമ്മുടെ ഇടയിൽ ചിലരെ സ്വർഗം വിശേഷതയുള്ളവരാക്കി മാറ്റാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് 2024 ഇങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുക മാത്രമല്ല, ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ പറയാൻ സ്വർഗം എന്നെ പ്രേരിപ്പിക്കുന്നത്, നീ ജന്മം കൊടുത്ത സന്തതിയുടെ വിശേഷത നശിപ്പിച്ച ചില ദുഷ്ട പോരാട്ടങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അതിനെ പിടിച്ചു വാങ്ങി വിശേഷത മടക്കി തരുവാൻ പരിശുദ്ധ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ പറയുമ്പോൾ അത് സംഭവിക്കാനാണ് ഈ രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിറവേറണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ ആത്മബലത്തോടെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ കൃപയോടെ വചനമേറ്റെടുത്തുകൊണ്ട് ഈ രാത്രികാലം നിരാശ മാറി ദൈവത്തിന് കൊടുക്കാവുന്ന മഹത്വം കൊടുത്തുകൊണ്ട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്റെ ജീവിതം വിശേഷതയുള്ളതാകട്ടെ. ഈ രാത്രിയിലെ സന്ദേശത്തിന്റെ പ്രസക്തമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. നിന്റെ ആത്മീക ശുശ്രൂഷ, നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ സന്തതി ഇതെല്ലാം വിശേഷതയുള്ളതാകണമെന്ന് മറ്റാരേക്കാൾ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലൂടെ നടകൊള്ളുന്നുണ്ട്. ആ ദൈവത്തിന്റെ കൃപ ഈ രാത്രി അറിയാൻ മാത്രമല്ല അത് അനുഭവിക്കാൻ ഒരുങ്ങുന്ന
പറയുന്ന ദൈവമക്കൾ ആത്മബലത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗം ഇന്ന് രാത്രി ഉദ്ദേശിക്കുന്നത് ചിലരെ വിശേഷതയുള്ളവരാക്കി ഈ യോഗം നിമിത്തം പുറത്തെടുക്കണം. ഒരു 10-20 സെക്കൻഡെങ്കിലും ദൈവാത്മാവിന്റെ ബലത്തോടുകൂടെ ആത്മശക്തിയോടുകൂടെ എത്ര പേർ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും? ഒരു ജന്മം കിട്ടിയിട്ട് ഒരു വിശേഷതയും ഇല്ല എന്ന് പറയിപ്പിക്കാൻ അന്ധകാര ശക്തികൾ ഓരോരോ അടവുകളുമായി സ്തോത്രം നിന്റെ കുടുംബത്തിന് നേരെ പോരാടി നിൽക്കുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ആ വലിയ പിടിയിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, അന്ധകാര ചുഴിയിൽ നിന്ന് വിശേഷതയുള്ള പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഒരു കണ്ണിയായി മാറാൻ ദൈവകൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. സ്വർഗം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. ചില കുടുംബങ്ങളെ ദേശത്ത് ചാർച്ചക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞ ചിലരെ വിശേഷതയുള്ളവരാക്കി പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ കരത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി തുറസായ സ്ഥലത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവതിന്ന് രാത്രി വ്യാപരിക്കട്ടെ. സ്വർഗം തുറക്കട്ടെ. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, നീ നട്ടിട്ടും നനച്ചിട്ടും വിശേഷതയില്ലാതെയായി, നീ മക്കളെ പെറ്റു വളർത്തിയിട്ട് വിശേഷതയില്ലാതായി, നീ ഉപവസിച്ചിട്ട് വിശേഷതയില്ലാതായി, നീ കണ്ണുനീരൊഴുക്കിയിട്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്ന് വിമർശന നിലവാരത്തിൽ നിന്നെ വിധിക്കാനിരിക്കുന്ന സകല ദുഷ്കർമ്മങ്ങളുടെ നടുവിലോ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ അകക്കാമ്പ് മനസ്സിലാകുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറ, എന്റെ ദൈവം എന്നെ ഇന്ന് രാത്രിക്കാലം ശുശ്രൂഷകന്മാരാണെങ്കിലും ദൈവമക്കളാണെങ്കിലും അഥവാ ഇന്ന് രാത്രി ഈ യോഗം കേൾക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലും ദൈവത്തിന്റെ കാര്യപരിപാടി മനുഷ്യനെ വിശേഷതയുള്ളവരാക്കുക. യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ കർത്താവ് ഈ കാര്യം ഭൂമിയിൽ വന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് പറഞ്ഞിരുന്നു, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? സ്തോത്രം. എന്നിട്ട് പറയുന്നു, ഈ കുരികിലിനേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശുക്രിസ്തു മറ്റാരും കാണാതെ സ്തോത്രം അദ്ദേഹത്തിന്റെ വലിയ നീളം കുപ്പായത്തിനകത്ത് വരണ്ട കൈയുമായി നിൽക്കുന്ന ആ മനുഷ്യനെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം അവനെ പള്ളിയകത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവന്റെ കൈ നീട്ടി അവന്റെ കൈയുടെ വരൾച്ച മാറ്റിയ സമയത്ത് പരീശന്മാർ യേശുവിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് യേശു മറുപടി ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ആടോ മാടോ കിണറ്റിൽ വീണാൽ നിങ്ങൾ ശബത്ത് ദിവസത്തിൽ മോളിൽ കയറ്റുകയില്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാള വലുതാണെങ്കിൽ, നിങ്ങളുടെ ആട് വലുതാണെങ്കിൽ, സൃഷ്ടാവായ ദൈവത്തിന് അവന്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ വലുതാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇടപെട്ടുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാലും മനുഷ്യൻ ദൈവത്തിന്റെ അവകാശമാണ്. അവന്റെ വിശേഷത നശിപ്പിച്ച് അവനെ നരകത്തിൽ തള്ളാൻ ഒരുങ്ങുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ആഴമായി ശാസിച്ചുകൊണ്ട് ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ചിലരെ നാട്ടിൽ വിശേഷതയുള്ളവരാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വചനമായി ഇറങ്ങുകയാണ്. ശക്തമായി സ്തോത്രം ചെയ്തുകൊണ്ട് ശക്തമായി വിശ്വസിച്ച് നന്ദി പറഞ്ഞാട്ടെ. ആർക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഫെബ്രുവരി 6-ാം തീയതിക്ക് ശേഷം എൻ്റെ ജീവിതം വിശേഷതയുള്ളവരാകണം, ഈ രാത്രിക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഫലിക്കണം. കർത്താവേ, എൻ്റെ കുടുംബം പല വിഷയങ്ങളിൽ നാണം കെട്ടുപോയിട്ടുണ്ട്, എൻ്റെ പരാജയം എനിക്കറിയാം, പഠിക്കാൻ പോയ കാലത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം വിവാഹ ജീവിതമൊക്കെ പല കാര്യങ്ങൾ
അപജയങ്ങൾ 1000 കണ്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഒറ്റ വാക്കിൽ സ്വർഗം എന്നോട് പറയുന്നു, ചിലരെ വിശേഷതയുള്ളവരാക്കാൻ ദൈവത്തിന്റെ കൃപയുടെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ആവശ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി മൗനമായിരിക്കരുത്. നിങ്ങൾ യേശുവേ എന്ന് വിളിക്കണം, കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. യോഗം കഴിയുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ രാത്രികാലം കർത്താവേ, സഹോദര വൃന്ദങ്ങളുടെ ഇടയിൽ തല കുനിഞ്ഞു പോയവനാണ് ഞാൻ. എന്തൊക്കെ ചെയ്താലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലമില്ല, കടത്തിന്മേൽ കടമാണ്, നിരാശനാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ഒരു ഭാരത്തോട് ഈ രാത്രികാലം ഇരിക്കുന്നവരോട് കരുണാമയന്റെ കരമിറങ്ങിക്കൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ വിശേഷതയുള്ളവനാക്കാം. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസി ദൈവമക്കളെ, ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ സ്തോത്രത്തിന്റെയും പ്രാർത്ഥനയുടെയും അകമ്പടിയോടെ ഈ നാട്ടിൽ വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ, വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ആകർഷിച്ച് അകത്തു കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒറ്റപ്പെട്ടു പോയവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, തള്ളപ്പെട്ടവർ കേൾക്കുന്നുണ്ടായിരിക്കാം, ആരും സഹായത്തിനില്ലാത്തവർ, എന്ത് ചെയ്യണമെന്നറിയാത്തവർ, സ്വത്ര പെറ്റ അമ്മ പോലും മുഖപക്ഷം കാണിക്കുന്നവർ, എത്രയും നിരാശയിലായിരിക്കുന്നവർ, അവരോടെല്ലാം സ്വർഗം ഇന്ന് രാത്രി ഈ പന്തല് കെട്ടി പറയിപ്പിക്കുകയാണ്, നിന്നെ വിശേഷതയുള്ളതാക്കാൻ എന്റെ കരം നിന്നോട് കൂടെ വരാം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഒരപ്പന്റെ 12 ആൺമക്കളിൽ 11 പേരും സംഘം ചേർന്ന് നിന്ന് യോസഫ് എന്ന സ്വത്ര ആ വീട്ടിലെ ഒരു മകനെതിരെ അവന്റെ വിശേഷതയെ കുറ്റം പറഞ്ഞ് പോരാടിയപ്പോൾ, പട്ടക്കളത്തിൽ തള്ളിയപ്പോൾ അങ്ങകലെ ദൂരെ കൊണ്ടുപോയി അവന്റെ വിശേഷത പുറത്തു കൊണ്ടുവന്ന് വിശേഷത ഉള്ളവനാക്കി മാറ്റിയ മഹാദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നത്. ഇരിപ്പിടം മറന്ന് സ്തോത്രം ചെയ്താൽ, ആരൊക്കെ തള്ളിയാലും നിന്നെ വലിച്ചു കുഴിയിലിട്ടാലും സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് കയറ്റി വിശേഷത തന്ന് മാനിപ്പാൻ. ചേർന്ന് ദൈവത്തിന് നന്ദി പറ. നിങ്ങൾ തൃപ്തിയാകുവോളം ദൈവത്തിന് സ്തോത്രം പറ. കർത്താവേ, ഈ രാത്രിക്കാലം മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ മിനിയാന്നൊക്കെ ശക്തമായി ദൈവദാസന്മാർ ദൈവത്തിന്റെ ആലോചന തന്നല്ലോ. ഇന്ന് രാത്രി ദൈവ ഹൃദയം തുറക്കുക. എൻ്റെ പ്ലാൻ നിനക്കൊരു വീട് തരാനല്ല, എൻ്റെ പ്ലാൻ നിനക്ക് ഒരു ജോഡി വസ്ത്രം തരാനല്ല, നിന്നെ വിശേഷതയുള്ളവനാക്കി മാറ്റാനാണ്. ഈ രാത്രി അഡ്രസ് മാറ്റി മാന്യത തന്ന് ഉയർച്ച തന്ന് വിശേഷത ഉള്ളവനാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തിരിച്ചറിയുന്നവരുടെ രാത്രിയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്കൊരു പ്രവചനം പോലെ ഫലിക്കൂ. വിശ്വസിച്ചാൽ ഈ വചനം നിന്ന് ഫലിക്കൂ. ഇത് നിറവേറേണ്ടതിന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെ ജാഗരിച്ചോളും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം, അതിനകത്ത് 5 വിധ ശുശ്രൂഷകന്മാരെ ദൈവം ആക്കിയതിൻ്റെ ഉദ്ദേശം, വിവിധ തരത്തിലെ കൃപാവരങ്ങൾ അവരിലൂടെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഘടനയെ പിടിച്ചു നിർത്താനല്ല, മറിച്ച് മനുഷ്യനെ വിശേഷതയുള്ളവനാക്കാനാണ്. സ്തോത്രം. അത്ര വലിയ കാര്യപരിപാടി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളതറിയാതെ പോയി എന്ന് വരരുത്. സ്തോത്രം. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാലും, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾക്കെതിരെ നിന്നാലും, ദൈവം ഒരുവനെ വിശേഷതയുള്ളവനാക്കാൻ നിശ്ചയിച്ചാൽ, സ്തോത്രം, അവനെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയേല. സ്തോത്രം. വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം അതാണ്. വിശുദ്ധ ബൈബിളിന്റെ ഉള്ളടക്കം നരകമല്ല, കത്തുന്ന തീപ്പൊയ്കയല്ല. അത് അറ്റ കൈക്ക് ദൈവത്തിന് ചെയ്യേണ്ടി വന്നാ ചെയ്യുന്നുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പരിപാടി തകർന്നു പോയവനെ വിശേഷതയുള്ളതാക്കി മാറ്റാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ഒരേ ഒരു ദൈവം, അത് ശ്രീ യേശു മാത്രമാണ്.
ഇന്ന് രാത്രി യേശു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. അത് ഏത് മനുഷ്യനാണെങ്കിലും യേശുവേ എന്ന് വിളിച്ച മുഖത്തേക്ക് നോക്കിയാൽ അവനെ വിശേഷതയുള്ളവനാക്കാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവപുത്രനാണ് യേശു. ഇന്ന് രാത്രി നിനക്ക് വഴി പറഞ്ഞു തരികയാണ്. യേശുവിനെ ഉറക്കെ വിളിക്ക്, സ്വർഗം അത് ചെയ്യാതിരിക്കില്ല. ഹല്ലേലൂയ. പറഞ്ഞു വന്നത് പൗലോസ് എഴുതി, മനുഷ്യർക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ? ആ ശേഷമില്ല. സ്തോത്രം എന്ന് പറഞ്ഞ് താടി കൈയും കൊടുത്ത് തമ്മിൽ പറഞ്ഞ് നിരാശപ്പെട്ട് പുസ്തകമടയ്ക്കുന്നൊരു പാർട്ടിയല്ല സുവിശേഷവും സുവിശേഷത്തിൻ്റെ ആളുകളും. അതിൻ്റെ പരിഹാരം ദൈവമായ കർത്താവ് എഴുതിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം, അധികം ദീർഘിപ്പിക്കാതെ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇന്ന് രാത്രിയിലെ എൻ്റെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഞാൻ ഇനി എത്ര മണിവരെ പ്രസംഗിച്ചാലും എത്ര പോയിന്റുകൾ പറഞ്ഞാലും ഈ രാത്രിയിലെ സന്ദേശത്തിന് ദൈവത്തിന് ഒന്നേ ഉദ്ദേശമുള്ളൂ. ഇതിനകത്ത് ആരെങ്കിലും നെഞ്ചു തിരുമ്മി കരയുന്നുണ്ടെങ്കിൽ, നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ നാട്ടിൽ നിന്നെ വിശേഷതയുള്ളവനാക്കി മാറ്റും. സ്തോത്രം. എന്ത് ചെയ്താലും വിജയിക്കത്തില്ല എന്നൊരു നിരാശ ഇന്ന് രാത്രി ദൈവം പറിച്ചു മാറ്റും. സ്തോത്രം. അതിൻ്റെ ഗതികേട് നിന്റെ പുറകിൽ കിടക്കുന്നതാണെങ്കിൽ കർത്താവ് അത് വലിച്ചു മാറ്റും. നിന്നെ ദൈവമായ കർത്താവ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് ഏറ്റെടുത്താൽ നിങ്ങളുടെ മക്കൾക്കൊരാൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് നാളായി കരയുന്നെങ്കിൽ അവൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം വിശേഷതയുള്ളവനാക്കി നിന്റെ കയ്യിൽ തരാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ അക്കമഴിഞ്ഞ് വിശ്വസിക്കുക. എന്താണ് മനുഷ്യന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു നീണ്ട വിശദീകരണം താഴേക്ക് 10, 11, 12 വാക്യങ്ങൾക്കകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫ് മുഴുവൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വായിക്കുക. ഒരു കാര്യം അതിനകത്തുനിന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വരാം. അതിന്റെ 10, 11, 12 പാസ്റ്റർ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. വാക്ക് കേട്ടോ, ദൈവം പറയുന്നു എങ്ങനെയാണ് മനുഷ്യൻ വിശേഷതയില്ലാത്തവനായത്? 100 കൂട്ടം കാര്യങ്ങൾ. ചിലരെ കുറിച്ച് നമ്മൾ പറയും കള്ളു കുടിച്ച് മുഴുവൻ നശിപ്പിച്ചു. ചിലരെ കുറിച്ച് പറയും ജീവിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ചിലരെ കുറിച്ച് പറയും അഹങ്കാരമായിരുന്നു. ചിലരെ കുറിച്ച് പറയും പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കിയതാണ്. എന്ന് വേണ്ട, നമ്മളാളുകളെ വിധിക്കാൻ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പൊതുവിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേൾക്കുക. അവിടെ പറഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ്റെ വിശേഷത നഷ്ടപ്പെട്ടു എന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്തവർ എന്നൊരു വാക്ക് കേട്ടോ. വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ഈ വാക്കെഴുതിയ പൗലോസ് അത് എഴുതിയിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ പറയാം ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. പൗലോസ് അത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? പ്രസംഗിച്ചിട്ട് പോയിട്ട് സ്തോത്രം കള്ളടിക്കുമെന്നാണ് എൻ്റെ അർത്ഥം? അല്ല. സ്തോത്രം. വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. കൊള്ളരുതാത്തവൻ എന്ന് മലയാളത്തിൽ പരിവർത്തനം വന്നു. പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്, അൺപ്രോഫിറ്റബിൾ. സ്തോത്രം. ആ വാക്ക് കുറച്ചുകൂടെ യോജിക്കുമായിരിക്കും. അൺപ്രോഫിറ്റബിൾ. കൊള്ളരുതാത്തവൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിലാണ് നിങ്ങൾ വായിക്കുന്നെങ്കിൽ കൊടുക്കുന്ന വാക്ക് ഇതാണ്, അൺപ്രോഫിറ്റബിൾ. എന്ന് പറയുമ്പോൾ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരും. വേദപുസ്തകം വെറുതെ ബാലരമ വായിക്കുന്ന പോലെ വായിച്ചു വിട്ടാൽ നമുക്കങ്ങനെ ചിന്ത വരികയല്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാണ്. എന്നെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. വേദപുസ്തകം വായിക്കുമ്പോൾ നാളെ മുതൽ സ്തോത്രം ഒരു മതഗ്രന്ഥം കാണുന്നത് പോലല്ല, സാധാരണ വായിക്കുന്നത് പോലെ ഒരധ്യായം വായിച്ചിട്ട് പോയില്ലെങ്കിൽ വണ്ടി പഞ്ചറാവുമെന്ന് ഓർത്ത് പേടിച്ചിട്ടുമല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് വായിക്കുമ്പോൾ ഒരു വാക്കിങ്ങനെയുണ്ട്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നാളെ മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതാണ്, അബ്രഹാമിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്, സാറയെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നതല്ല, ഇതിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് അന്വേഷിച്ചുകൊണ്ട് വായിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് എഴുതിയത് കാണിച്ചു തരും. അതൊക്കെ ഒരു അനുഭവമാണ്. 1000 ക്ലാസ്സിൽ പങ്കെടുത്താലും
ഞങ്ങളെപ്പോലെ സ്തോത്രം പാസ്റ്റർ അനീഷ് ചെങ്ങന്നൂരിനെ പോലെയോ അല്ലെങ്കിൽ പ്രഭാഷകരെ പോലെയോ 100 പേരെ നിരത്തി 101 ദിവസം യോഗം വെച്ചാലും അതിൻ്റെ മുമ്പിൽ കേട്ടാലും നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അന്വേഷിച്ച് നിങ്ങളുടെ തിരുവെടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്നത് പോലത്തെ ഒരു ഇന്റിമസി ഒരുപക്ഷെ ഇതുപോലെ മയക്ക് വെച്ച് കെട്ടി പറഞ്ഞ കേട്ടാൽ ഒക്കെയല്ല. വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ദൈവം നിങ്ങളെക്കുറിച്ച് എഴുതിയത് മനസ്സിലാക്കി തരും. ഇന്ന് രാത്രി ഞാൻ ഈ നാട്ടുകാരോട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ബൈബിൾ ഈ മിനിസ്ട്രി സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ പണവും സമയമെല്ലാം. സ്തോത്രം. നിർബന്ധമായും ഒരു സ്നേഹിതനെ പോലെ പറയുന്നു, ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പിയെങ്കിലും അതൊരു മതഗ്രന്ഥമായിട്ടല്ല, ക്രിസ്ത്യാനികളുടെ ആണെന്നോ മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ടല്ല, വായിക്കാൻ വേണ്ടി സത്യാന്വേഷണ മനസ്സോടെ കയ്യിൽ വെച്ച് പതുക്കെ വായിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പ് തരാം, ഒരു മാസം തികച്ച് വായിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളാരാന്ന് ആ പുസ്തകം നിങ്ങളോട് പറയും. അത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇതുപോലെ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ബേർഷേബ മിനിസ്ട്രി ഇവിടെ ഒരു കൺവെൻഷൻ വെക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും അതിന് മുമ്പിൽ നിൽക്കാൻ സാധ്യത. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ സ്തോത്രം, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊള്ളരുതാത്തവനാകുക എന്ന് പറയുമ്പോൾ ആ വാക്കിനകത്ത് അതിൻ്റെ ഇംഗ്ലീഷ് ടെർമിനോളജി അൺപ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം ലാഭമില്ലാതെയായിപ്പോയി. അപ്പോൾ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, ആർക്ക് ലാഭം? ആർക്ക് ലാഭം? നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്ത നമുക്ക് തന്നെ ലാഭം, അവനവൻ്റെ ലാഭത്തിന് വേണ്ടി ജീവിച്ചിരിക്കുക. മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണെങ്കിലും അവൻ്റെ സ്തോത്രം നുറുക്കിയിട്ടാണെങ്കിലും അവനവന് ലാഭമുണ്ടാക്കുക എന്നൊരു രീതിയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്നെ തുറിച്ചു നോക്കിയാലും ഞാൻ പറയുന്നു, സ്തോത്രം, സ്വന്തം രക്തബന്ധങ്ങൾ പോലും അവനവൻ്റെ ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ ആർക്ക് ലാഭം എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ദാവീദ് രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, സങ്കീർത്തനം 30 ആ വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ നിനക്കെന്ത് ലാഭം? ആ ചോദ്യത്തിൽ നിന്നൊരു ഉപചോദ്യങ്ങൾ വീണ്ടും കൊണ്ടുവരാം. അതിനർത്ഥം എന്താ? ആ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ അദ്ദേഹം അവകാശപ്പെടുന്നു ദൈവത്തിന് എന്തോ ലാഭമുണ്ടെന്നല്ലേ? സ്തോത്രം. അപ്പോഴും നിങ്ങളുടെ സംശയം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ അതിനിങ്ങനെ പറയാം, നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടെന്ന് തോന്നിയാൽ നിന്നെ തകർക്കാൻ നോക്കുന്ന ഏത് ശക്തിയെയും ദൈവം നുള്ളി മാറ്റും. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നിങ്ങൾ ശാന്തമായി കേൾക്കണം. ജീവിതം ഒരു പരാജയമാണ്, നഷ്ടമാണ്. നമ്മുടെ നാടൻ മലയാളിയുടെ ഭാഷ പറഞ്ഞ ഭൂമിക്ക് ഭാരമാണ്. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ജനിപ്പിച്ച അപ്പം പോലും മക്കളോട് ചോദിക്കും, സ്തോത്രം, നീ എന്തിന് ജീവിച്ചിരിക്കുന്നു, ഭൂമിക്ക് ഭാരമായി എന്ന് ചോദിക്കത്തക്ക രീതിയിൽ പണ്ട് ഇയ്യോബിനോട് ഭാര്യ ചോദിച്ചതുപോലെ, സ്തോത്രം, ദൈവഭക്തി തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തുകൂടെ, ആർക്ക് ലാഭമുണ്ട് നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ നിസ്സഹായനായിരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ 2ാം ഭാഗം പറയാം. നീ ഒരു ലാഭമല്ല എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ പദ്ധതി നിനക്ക് മാത്രമല്ല, നിന്നെ ഒരു ലാഭമാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കുന്ന കാര്യമല്ല, സ്തോത്ര, കച്ചവടത്തിന് ലാഭം വരുന്ന കാര്യമല്ല. എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ ആർക്കും ഒരു ശത്രുവാകാനല്ല, ആർക്കും ഒരു നഷ്ടമാകാനല്ല, ഒരു ജീവിതമേ ഉള്ളൂ, ഇത് പലർക്ക് ലാഭമാകാൻ സ്തോത്ര ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചു തരികയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ദൈവാത്മാവിൽ പറയാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങൾ ചിലരോട് പറയുന്നു, നിന്റെ ശുശ്രൂഷ ഒരു ലാഭമാകാൻ പോകുകയാണ്, നിന്റെ പ്രാർത്ഥന ഒരു ലാഭമാകാൻ പോകുകയാണ്, നിന്റെ ജീവിതം ഒരു ലാഭമാകാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം നഷ്ടങ്ങളുടെ കഥ ഈ രാത്രി അവസാനിപ്പിച്ചിട്ട് ജീവിച്ചിരിക്കുന്നത് ലാഭമെന്നെണ്ണാൻ പരിശുദ്ധാത്മാവ് രാത്രി ആരോടൊക്കെ ഇടപെടുകയാണ്. അതുകൊണ്ട് സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ലാഭമായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തോട് പറ്റി നിന്നോ, വെറുതെ ജീവിച്ച് തീരുകയല്ല, യേശു നിന്നെ ഒരു ലാഭമാക്കി മാറ്റും. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളെല്ലാം അടർത്തിയെടുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു,
ആ ചോദ്യമാണ് മനുഷ്യന് സ്തോത്രം ബൈബിളിനോട് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിക്കാനുള്ള ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടിയെ പറയുന്നത്. ആദ്യം പറഞ്ഞത് മനുഷ്യൻ്റെ വിശേഷത മുഴുവൻ നശിച്ചപ്പോൾ പഴയ നിയമകാലത്ത് മതങ്ങളും യഹൂദ മതവും കൂടി അർപ്പിച്ച യാഗങ്ങൾക്കും കർമ്മങ്ങൾക്കൊന്നും മനുഷ്യനെ വിശേഷതയുള്ളവനാക്കാൻ കഴിഞ്ഞില്ല. വിശേഷതയുള്ളവനാക്കാൻ കഴിയാതെ പോയപ്പോൾ തിരുവെടുത്ത് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം നിമിത്തം മനുഷ്യൻ സൽഗുണപൂർണനായി മാറിയെന്ന്. സ്തോത്രം. ആ വാക്കൊക്കെ വിശദീകരിക്കേണ്ടതാണ്, വ്യാഖ്യാനിക്കേണ്ടതാണ്. എബ്രായ ലേഖനത്തിനകത്താണ് ആ വാക്ക് കിടക്കുന്നത്. പഴയ നിയമകാലത്ത് അർപ്പിച്ചു പോകുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾക്കൊന്നും മനുഷ്യനെ സ്തോത്രം സൽഗുണപൂർണ്ണത വരുത്താൻ കഴിഞ്ഞില്ല. വേണമെങ്കിൽ ഒന്ന് വായിച്ചറിയ വാക്ക് ഞാൻ സ്തോത്രം എഴുതി കൊടുത്തിരിക്കുന്ന വാക്യങ്ങളൊക്കെ വേറെയാണ്. പക്ഷേ ഈ സന്ദേശം പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചില പോക്കറ്റ് വഴി കയറുന്നത് പോലെ ചിലരോടുള്ള ദൈവത്തിൻ്റെ ദൂത് ആത്മാവിൽ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. സ്തോത്രം 10-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിന് എഴുതിയിരിക്കുന്ന നോക്കിയാട്ടെ. 10:1 ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? യഹൂദ മതം നടത്തിക്കൊണ്ടിരുന്ന യാഗങ്ങളും കർമ്മങ്ങളും വഴിപാടുകളും ആണ്ടോടാണ്ട് കൂടുമ്പോൾ നോമ്പ് നോറ്റും സ്തോത്രം വല്ലാത്ത നിലവാരത്തിലൊക്കെ വ്രതമെടുത്തും അവർ ചെയ്തു പോന്ന യാഗങ്ങൾ ആണ്ടോടാണ്ട് കൂടുമ്പോൾ കൃത്യമായി ചെയ്തിട്ടു അടുത്തു വരുന്നവർ, അഥവാ ദൈവത്തോട് അടുത്തു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാർക്കും അന്ന് അറുക്കപ്പെട്ട ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ടോ അവര് കഴിച്ച വഴിപാട് കൊണ്ടോ മനുഷ്യരെ ആരെയും സൽഗുണപൂർത്തി വരുത്താൻ കഴിവുള്ളതല്ല. ഇനി പാസ്റ്ററിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. 14-ാം വാക്യം ഏകയാഗത്താൽ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, എന്ന് പറഞ്ഞാൽ ഏതാ? കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന്റെ ഭൂമിയുടെ മധ്യഭാഗത്ത് മധ്യധരണി കടലിന്റെ തീരത്ത് തലയോടിന്റെ ആകൃതിയിലുള്ള ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ ലോകത്തിലെ പ്രധാനമായ കോടതികളിൽ വിസ്തരിച്ചിട്ട് കുറ്റം തെളിയിക്കാൻ കഴിയാതെ ജഡ്ജി വിധി പറയാതെ ഇറങ്ങിപ്പോയ കേസാണ് എന്റെ യേശുവിന്റെ വിസ്താര കേസ്. അറിയോ? ഹല്ലേലൂയ. സ്തോത്രം. അന്നത്തെ പ്രധാനിയും പ്രബലനുമായിരുന്ന സ്തോത്രം ജഡ്ജിയായിരുന്നു പീലാത്തോസ്. യേശുക്രിസ്തുവിനെ മാറിയും മറിച്ചും വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ലെന്ന് പീലാത്തോസ് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നിട്ടും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ രംഗം സുവിശേഷങ്ങളിൽ വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. പീലാത്തോസ് യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നീ വാ തുറന്ന് എന്തെങ്കിലും പറ. നീ പറഞ്ഞാൽ സ്തോത്രം നിന്നെ വിട്ടയക്കാനുള്ള അധികാരം എനിക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചിന്തിക്കുന്നവർ ചിന്തിച്ചേ, ലോകത്തിലേതെങ്കിലും കോടതിയിൽ പ്രതി വിസ്തരിക്കപ്പെടുമ്പോൾ പ്രതിയുടെ അടുക്കലേക്ക് ജഡ്ജി ഇറങ്ങി വന്നിട്ട് നീ വാ തുറന്ന് എന്തെങ്കിലും പറ, നിന്നെ ഞാൻ ഊരി വിടാം എന്ന് പറഞ്ഞൊരു കേസ് ഏതെങ്കിലും കോടതി നടക്കൂ? നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ജഡ്ജിയായിരുന്ന പീലാത്തോസ് ചോദിച്ചു, നീ പറ, വാ തുറക്ക. യേശു അതിന് മറുപടി പറഞ്ഞത്, സാറേ എങ്ങനെയെങ്കിലും ഊരിവിടാനല്ല, മോളിൽ നിന്നൊരധികാരമില്ലാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ഇന്ന് രാത്രി അവിശ്വസിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് പറയാം. ജഡ്ജി വന്ന് വേണമെങ്കിൽ നിന്നെ ഊരിവിടാമെന്ന് ചെവി പറഞ്ഞിട്ടും അങ്ങനെ ഒരു മോചനം വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് യേശുക്രിസ്തു. ആ കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ യേശുവിനെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ സ്തോത്രം മനസ്സ് തുറന്ന് നന്ദിയോടെ സ്തുതിച്ചോളണം. യേശുവിനെ അബദ്ധത്തിൽ ക്രൂശിച്ചതല്ല,
സ്വത്ര ആളുകൾ പിടിച്ചു തല്ലിക്കൊന്നതല്ല, ക്രൂശ കയറ്റിയതല്ല. യേശുക്രിസ്തു മരണം വരിച്ചതാണ്, തന്നെത്താൻ ഏൽപ്പിച്ചതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെ മധ്യത്തിൽ ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ചു. അതിന് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ വിളിച്ച പേരാണ് ഏകയാഗത്താൽ. അങ്ങനെയല്ലേ പാസ് വായിച്ചത്? വായിച്ചു ബാക്കി. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതി, സ്വത്രം മതങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾക്കും യാഗങ്ങൾക്കും മനുഷ്യനെ അഥവാ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തരെ സൽഗുണപൂർത്തി വരുത്തുവാൻ കാലാന്ത കാലം മുതൽ നോക്കിയിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച യേശു തന്റെ നല്ല യൗവനത്തിൽ 33 വയസ്സിൽ ചങ്കി പിളർന്ന് ചോര ഒലിച്ച് സ്വന്തം തോളിൽ തലചായിച്ച് ദൈവക്രോധാഗ്നിയിൽ വെന്തൊടുങ്ങുമ്പോൾ ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് സദാ കാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? സൽഗുണപൂർത്തി എന്നൊരു വാക്ക് അവിടെ വന്നപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താ സംഭവം എന്നറിയാമോ? സ്തോത്രം. സൽഗുണപൂർത്തി എന്ന വാക്കിന്റെ അർത്ഥം സർവ്വഗുണങ്ങളാലും നിറഞ്ഞു എന്ന് പെട്ടെന്ന് തോന്നുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വാക്കിന്റെ അർത്ഥം ഇതാണ്. ദൈവത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ യേശു ഒരിക്കൽ പറഞ്ഞു. 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലാണ് ഗിരിപ്രഭാഷണം. മത്തായി 5-ന്റെ അവസാനം വായിക്കണ്ട. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ പിൻപറ്റിയ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം സൽഗുണപൂർണ്ണൻ, എല്ലാവിധ ഗുണം കൊണ്ട് നിറഞ്ഞവൻ. നിങ്ങളും അങ്ങനെ ആകാൻ പറഞ്ഞാൽ സ്തോത്രം. നമ്മൾ ചോദിക്കത്തില്ല, എൻ്റെ പാസ്റ്ററെ ആർക്കെങ്കിലും ആകാൻ പറ്റുമോ ദൈവത്തെ പോലെ സൽഗുണപൂർണ്ണൻ? ചോദിക്കത്തില്ലേ? ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയണം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ദൈവം എപ്പോഴും ഫങ്ഷനിലായിരിക്കുന്നത് പോലെ. അത്ര സിമ്പിളാത്. നിങ്ങളും ഫങ്ഷനിലായിരിപ്പീൻ. സ്തോത്രം. അപ്പം ഞങ്ങൾ ഫങ്ഷനിലല്ലേ എന്നൊരു ചോദ്യം പിന്നെയും ചോദിക്കും. ഇന്ന് മൊത്തം ചോദ്യം. സ്തോത്രം. ഇന്നും കൂടി 3 പ്ലേറ്റ് ബിരിയാണി അടിച്ചിട്ട് വന്നാൽ ഞാൻ എന്നിട്ട് ഫങ്ഷൻ അല്ലേ എന്നാണോ ചോദിക്കുന്നത്? നമ്മൾ 4 കോഴിയെ കഴിച്ചോ, സ്തോത്രം 2 വണ്ടി മേടിച്ചോ, അല്ലെങ്കിൽ സ്തോത്രം 4 ഏക്കർ സ്ഥലം മേടിച്ചോ, അതല്ല ദൈവം ഫങ്ഷനിലാണോ എന്ന് കണക്കാക്കുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ പോക്കറ്റിൽ കുത്തുന്ന പേന അത് 2 രൂപയുടെ ആണെങ്കിലും 2 ലക്ഷം രൂപയുടെ ആണെങ്കിലും സ്തോത്രം എഴുതിയാൽ തെളിയണം. അല്ലാതെ 2 ലക്ഷം രൂപയാണോ സ്വർണത്തിൻ്റെ ആണോ തലയെക്കെട്ടുള്ളതാണോ അതൊന്നും അല്ല വിഷയം. 2 രൂപയാണെങ്കിൽ എഴുതിയാൽ തെളിഞ്ഞാൽ ആ പേന ഫങ്ഷനിലാണ്. സ്തോത്രം. മിക്കവാറും പോക്കറ്റിൽ കുത്തിയിരിക്കുന്ന പല പേനയും എഴുതിയാൽ ചമ്മിപ്പോവും. സ്തോത്രം. ഇതുപോലെ പലപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ സംഭവമൊക്കെ പറയും, പക്ഷെ ഇത് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശത്തിലേക്ക് വരുമ്പോഴാണ് ഫങ്ഷനിലാകുന്നത്. മനസ്സിലായോ? സ്തോത്രം. ഇന്ന് രാത്രി ഞാനീ പിടിച്ചിരിക്കുന്ന ഈ മൈക്കിൻ്റെ ഈ കേബിള്, മൈക്രോഫോണിൻ്റെ കേബിള് 1-ാം തരം കമ്പനിക്കാരുണ്ടാക്കുന്നതാണ്. ഇതിന് മീറ്ററിനൊക്കെ നല്ല വിലയാണ്, നല്ല കമ്പനിയുടെ ആണെങ്കിൽ. സ്തോത്രം. ഇതുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം ഇതാണ്, എൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഈ മൈക്ക് ഉപയോഗിക്കുന്ന ആളുടെ ശബ്ദം ഈ സ്തോത്രം മൈക്രോഫോണിലൂടെ കയറ്റി അതിനെ വൈദ്യുതി തരംഗങ്ങളാക്കി ആംപ്ലിഫയറിലോ മിക്സറിലോ എത്തിക്കുക എന്നുള്ളൊരു ഒറ്റ ദൗത്യമാണ് ഈ സാധനം ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ കമ്പനിക്ക് ഉദ്ദേശമുള്ളൂ. ഇതുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ശബ്ദതരംഗത്തെ വൈദ്യുതി തരംഗമാക്കി അവിടെ എത്തിക്കുക. അതാണ് ഇതിൻ്റെ പണി. സ്തോത്രം. യോഗം കഴിയുമ്പോൾ ആ ചേട്ടനോട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മച്ചി ചോദിക്കുക, ഇതിനകത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. യോഗം കഴിയുമ്പോൾ ചോദിക്കുക, എൻ്റെ പൊന്നു മോനെ അഴ കെട്ടാൻ നല്ല വള്ളിയാ, ഒരെണ്ണം തരാമോ എന്ന് ചോദിച്ചാൽ ഇത് അഴ കെട്ടാൻ ഉണ്ടാക്കിയ സാധനം അല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കെട്ടും പൊട്ടൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി അഴ കെട്ടും, പക്ഷെ കമ്പനി ഉണ്ടാക്കിയത് അഴ കെട്ടാനല്ല. എന്നതുപോലെ മനുഷ്യനെ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയത്
ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആകാനല്ല. ഇതിനൊരു ഫംഗ്ഷനുണ്ട്. സ്തോത്രം. അതിൻ്റെതായ ഫംഗ്ഷനിൽ ഈ കത്തി നിൽക്കുന്ന ലൈറ്റിനെ ഉണ്ടാക്കിയപ്പോൾ അതിനൊരു ഫംഗ്ഷനുണ്ട്. ഇലക്ട്രിസിറ്റി അങ്ങ് എന്നാൽ ഇത്ര വോൾട്ടിൽ അത് കത്തണം. ഈ ക്യാമറയ്ക്കും ഈ കീബോർഡിനും ഇവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾക്കും എല്ലാറ്റിനും ഇതിൻ്റെ കമ്പനിക്കൊരു ഫംഗ്ഷൻ മാനുവൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനവന് ബോധിച്ചതുപോലെ ജീവിച്ചു തീർക്കാനല്ല സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ഇന്ന് രാത്രി തിരിച്ചറിയ. ഇന്ന് രാത്രിയിലെ മൂന്നാമത്തെ ദൂത് ഞാൻ പറയുക, ഈ രാത്രി നീ എങ്ങനെയെങ്കിലും ജീവിക്കുന്നു, മരിച്ചാ മതി എന്ന് പലവട്ടം കൊതിച്ചെങ്കിൽ ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, ഞാൻ ഇന്ന് രാത്രി എഴുതി കൊടുത്ത വാക്യങ്ങൾ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരെയോ ചേർത്ത് നിർത്തി പറയുന്നു, നീ മരിക്കണ്ട, ആത്മഹത്യക്ക് ശ്രമിക്കണ്ട, നാട് വിട്ടു പോകണ്ട, വസ്തു വിൽക്കാനൊക്കെ വരട്ടെ, നിന്നെ ഫംഗ്ഷനിലാക്കിയാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം ഈ രാത്രി 10,000 ദശലക്ഷക്കണക്കിന് ആളുകളെ ഫംഗ്ഷനിലാക്കി അവരിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിലൊരാളായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രസംഗത്തിന് അർത്ഥമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് യേശുവിന്റെ നാമത്തിൽ മടക്കി വെച്ചിരിക്കുന്ന പാത്രം നിവർത്തുന്നത് പോലെ ആത്മാവിന്ന് രാത്രി ചരുടെ മുമ്പിൽ ചില കാര്യങ്ങൾ നിവർത്തുമ്പോൾ യേശുവിന്റെ നാമത്തിൽ വീടുകളിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും എന്തൊക്കെ ചെയ്താലും നിരാശയുടെ തേനീച്ചക്കൂട് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നൽ കൂട് പോലെ കൂടുകൂട്ടിയിരിക്കുന്ന ചില വിഷയങ്ങളെ ആത്മാവിന്റെ അഗ്നി കൊണ്ട് കത്തിച്ചു കളഞ്ഞിട്ട് സ്വർഗം ഇന്ന് രാത്രികാലം വിടുതലിലേക്ക് നയിക്കാൻ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് നയിക്കാൻ ആത്മാവിന്റെ ചൈതന്യം വ്യാപരിച്ചു നിൽക്കുന്ന ഈ രാത്രിയിൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും, കർത്താവേ ചിലരെ ഫംഗ്ഷനിലാക്കണമെന്ന്. നിങ്ങളുടെ വീട്ടിൽ ചിലരുണ്ട്, ആരോടോ ദൈവം പറയുന്നു, മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ മനുഷ്യത്വമില്ലാതെ എന്തൊക്കെ ചെയ്താലും, നന്ദിയില്ലാതെ എന്തൊക്കെ ചെയ്താലും, സ്നേഹമില്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുമ്പോൾ ഫംഗ്ഷൻ നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വലിയ വിടുതൽ ഈ രാത്രി സംഭവിക്കാൻ പോകുകയാണ്. സ്വർഗം പറയുന്നു, വിശേഷതയുള്ളവനാക്കി മാറ്റിയിട്ട് ഇന്ന് രാത്രി ചിലരെ ഇവിടെ നിന്ന് മടക്കി വിടുകയുള്ളൂ. പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടിയിട്ടും ഉപവസിച്ചിട്ടും അനേകര് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഇന്ന് രാത്രികാലം ഒരു ഗുണമില്ലാതെ പോയി എന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ അഠരാടി നിൽക്കുന്ന ശക്തിയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ ചോര ഈ രാത്രികാലം ചില കുടുംബങ്ങൾക്ക് ഫലിക്കുകയാണ്. അത് ഈ രാത്രികാലം ഫലിച്ചാൽ സ്വോത്രം ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഈ രാത്രി ചിലർ ഫംഗ്ഷനിലാകൂ. നിന്റെ രോഗക്കെട്ടുകൾ അഴിയൂ, നിന്റെ മനസ്സിന്റെ ബന്ധനങ്ങൾ അഴിയൂ, നിന്റെ മൂകത മാറും, നിന്റെ തലമുറയുടെ ബന്ധനം അഴിയോ. എത്ര പരീക്ഷ എഴുതിയാലും ജയിക്കുകയല്ല, എന്തൊക്കെ ഉപദേശിച്ചാലും കേൾക്കുകയല്ല. അടച്ചിട്ട മുറിക്കകത്ത് ഒതുങ്ങിപ്പോയ ചിലതിനെ ഇന്ന് രാത്രി ആ മുറിക്കകത്ത് കയറി ഫംഗ്ഷനിലാക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നു, ഈ നാട്ടിൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ രാത്രി ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകാതെ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രികാലം വിശേഷത നഷ്ടപ്പെട്ട ചിലതിനെ ഈ രാത്രി ദൈവം പിടിച്ചുയർത്തുകയാണ്. ആരിന്ന് രാത്രി അവസാന രാത്രി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് കിട്ടാൻ പോകുന്ന 3 കാര്യമാണ് സ്വർഗം ഇന്ന് രാത്രി പറഞ്ഞത്. പല വാക്യങ്ങൾ ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ വായിക്കാൻ കർത്തൃദാസന്മാരുടെ കയ്യിൽ കൊടുത്തെങ്കിലും ഇനി ഞാൻ ആ പോയിന്റുകൾ എടുത്ത് പറഞ്ഞ സമയം അതിക്രമിക്കുന്നത് യുക്തിയല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. സ്തോത്രം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ അവസാന രാത്രിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, സ്തോത്രം, നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല, നിങ്ങളെ ചിലരെ ഫംഗ്ഷനിലാക്കണം. ചിലപ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യോഗത്തിന് വന്നപ്പോഴും സ്തോത്രം ഇതൊന്നും വലിയ കാര്യമല്ലാതെ തിരിച്ചു ചെല്ലുമ്പോൾ ഏത് ലെവലിലാക്കി കാണുന്നതെന്നറിയില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നയാളെ ഫംഗ്ഷനിലാക്കും. സ്തോത്രം. മാർത്തയോടും മറിയോടും യേശു ചോദിച്ചില്ലേ, അവനെ വെച്ചത് എവിടെ?
ഹല്ലേലൂയ. ഒരു ഗുഹയ്ക്കകത്ത് കല്ല് വെച്ചുരുട്ടി അതിനെ അടച്ചു പൂട്ടി റൂമാല് കൊണ്ട് കെട്ടിയതിനെ പുറത്തെടുത്ത് ഫംഗ്ഷനിലാക്കി പെങ്ങന്മാർക്ക് കൊടുത്ത ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. ആ കർത്താവിനെ അതിരുകടന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഞാൻ പ്രസംഗം നിർത്തി ബാക്കി സമയം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, ആത്മാവിൽ നിന്ന് രാത്രികാലം ഇവിടെ വന്നിരിക്കുന്ന ജനത്തെ പ്രായഭേദമന്യേ സ്വർഗം ഇന്ന് രാത്രി ഫംഗ്ഷനിലാക്കൂ. ചിലരെ ലാഭമാക്കൂ, ചിലരെ വിശേഷതയുള്ളവരാക്കൂ. ഒന്നോടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്കിതേതുമില്ലെങ്കിൽ ഞാൻ സ്വോത്രം ഇവിടെ പ്രസംഗം അവസാനിപ്പിക്കാം. അതല്ല, ഇന്ന് രാത്രി 3 കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ നിറവേറി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രമേ രാത്രി ബാക്കിയുള്ള സമയം അന്തരീക്ഷത്തെ മാറ്റി ആത്മ നിറവോടെ എങ്ങനെ കൃപ ലഭിച്ചവർ സ്വോത്രം ചെയ്യും, അതുപോലെ സ്തുതിച്ചു. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ആർക്കും വേണ്ടാത്തവർ, വീട്ടുകാർക്ക് വേണ്ടാത്തവർ ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വാഹന മൃഗത്തിൽ നിന്ന് താഴെ വീണ ശൗലിനെ യൂദയുടെ വീട്ടിൽ കയറ്റിയിരുത്തി അടച്ചിട്ട മുറിക്കകത്ത് 3 ദിവസം സ്വോത്രം എല്ലാ ഫംഗ്ഷനും തീർന്നു. ചോരത്തളപ്പുള്ള ചെറുപ്പക്കാര്, സ്വോത്രം മഹാപുരോഹിതന്മാരുടെ കൈയാളായിരുന്നവർ, അധികാര പത്രം ഉണ്ടായിരുന്നവർ, സ്വോത്രം ബെന്യാമീൻ ഗോത്രത്തിലെ ചെന്നായി എന്നറിയപ്പെട്ടവർ, അവൻ 3 ദിവസമായി അടച്ചിട്ട മുറിയിൽ ഒതുങ്ങിപ്പോയി. എന്റെ കർത്താവ് അനന്യാസിനെ പറഞ്ഞയച്ച് അവന്റെ തലയെ കൈവയ്ക്കുമ്പോൾ അവൻ ഫംഗ്ഷനിലായി. ഇന്ന് രാത്രികാലം ഒതുങ്ങിപ്പോയ ചിലരെ എത്ര പേര് കേൾക്കുന്നുണ്ട്? എത്ര പേര് കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ആരൊക്കെയോ കൂടി ഒതുക്കി കളഞ്ഞ ചിലരെ, ഒതുക്കി വെച്ചിരിക്കുന്ന ചിലരെ യേശുവിന്റെ നാമത്തിൽ കൈവച്ച് ഫംഗ്ഷനിലാക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്? അവർ ഈ രാത്രികാലം ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങുക. ചേർന്ന് സ്വോത്രം ചെയ്യ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവസന്നിധിയിൽ ഈ രാത്രികാലം ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും ഈ ഗ്രൗണ്ട് വിട്ട് പോകരുത്. സ്വോത്രം അങ്ങനെ ദൂരെ ഇരിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നവർ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ പോലും ദൈവം ഇടപെടുന്ന നിമിഷങ്ങളാണിത്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ നിങ്ങളുടെ ഭവനത്തിലാണെങ്കിലും വഴിയോരത്തിലാണെങ്കിലും ഈ ഗ്രൗണ്ടിലാണെങ്കിലും എവിടാണെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം പറയുന്നു, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ സ്വർഗം ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞു. പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്: ശൗലിനെ, നമ്മുടെ പൗലോസിനെ യൂദയുടെ വീട്ടിൽ അടച്ചു വെച്ചപ്പോൾ അവന്റെ അടുക്കൽ ചെന്ന് കൈവച്ച് അവനെ ഫംഗ്ഷനിലാക്കിയ ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലൂടെ നടക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, പാപം, ശത്രു, രഹസ്യ ജീവിതത്തിലെ കുറവുകൾ, എവിടെയൊക്കെയോ പോരായ്മകൾ എന്തൊക്കെയാണെങ്കിലും അതിന്ന് രാത്രി എന്നെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്, പുറത്താരോടും പറയാൻ പറ്റാത്ത ചില വിഷയങ്ങൾ എൻ്റെ ഭവനാന്തരീക്ഷത്തിലുണ്ട്. സ്വർഗസ്ഥനായ ദൈവമേ, ഈ രാത്രികാലം കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ വിശേഷതയില്ലാത്ത മനുഷ്യനെ വിശേഷതയുള്ളവനാക്കി മാറ്റാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവൻ, ലാഭമല്ലാതെയായി പോയവനെ ലാഭമാക്കി മാറ്റാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്വർഗം അത് ചെയ്യുകയാണ്.